നമ്മൾ പലതരം ജ്യൂസ് ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും കൂവള ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടായ കൂവള ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പിന്നെ നല്ല ഹെൽത്തിയും ആണ്. അപ്പം നമുക്ക് റെസിപ്പി കണ്ടാലോ? ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കൂവള ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ബേൽ ഫ്രൂട്ട്, വുഡ് ആപ്പിൾ, സ്റ്റോൺ ആപ്പിൾ എന്നിങ്ങനെ പല പേരുകളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് കാണുമ്പോൾ അത്യാവശ്യം നന്നായി പഴുത്തത് മാതിരി ഉണ്ട്. ഇനി നമുക്ക് ഈ 2 ഫ്രൂട്ടും മുറിച്ചെടുക്കണം. ഇതിൻ്റെ തോല് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഇത് കത്തി കൊണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പെസൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. ഇത് 2 കൂവള ഫ്രൂട്ടും ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അല്പം ഒന്ന് ചെതറിയിട്ടുണ്ട് കേട്ടോ, മറ്റേത് നല്ല പകുതിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്ത് മാറ്റാം. ഈ സ്കൂപ്പ് ചെയ്ത് വെച്ച പൾപ്പിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൾപ്പ് നമുക്ക് കൈകൊണ്ട് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് മിക്സിയിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ, കാരണം ഇതിൻ്റെ സീഡ്സ് പൊട്ടാൻ പാടില്ല. സീഡ്സ് പൊട്ടിയാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് സ്ക്വീസ് ചെയ്യുമ്പോഴും ഈ സീഡ്സ് പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ബേൽ ഫ്രൂട്ട് അഥവാ കൂവള ഫ്രൂട്ട് നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റീസ് ഒക്കെ ഉള്ളവരുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഡയറിയ, അൾസർ ഇതിനൊക്കെ നല്ലതാണ്. ഡൈജഷന് നല്ലതാണ്. അങ്ങനെ കുറേയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണിത്. ഇനി ഈ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് ഞാൻ ഈ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ജ്യൂസ് കുടിച്ച് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൂടെ നമുക്ക് ക്ഷീണമൊന്നും വരില്ല. കാരണം ഇത് നമ്മളുടെ ബോഡിയെ നന്നായി കൂളാക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ സീഡ്സ് ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാൻ ആകെ 1 ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്. അടുത്തത് നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് മാത്രം ചേർത്തും നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. ഉപ്പും പഞ്ചസാരയും ഒന്നും ചേർക്കാതെയും നമുക്ക് ഈ ജ്യൂസ് കുടിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ കൂവള ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു ജ്യൂസാണിത്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് ഇതിന്. ഇത് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. ബാക്കി എല്ലാ ജ്യൂസും മാതിരി തന്നെ ഇതും നന്നായി തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.